ഹിജാബ് വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ച് സ്ത്രീകൾ. ഇവിടെ ഹിജാബ് ധരിക്കാൻ സമരം. മുസ്ലിം രാഷ്ട്രമായ ഇറാനിൽ ഹിജാബ് വലിച്ചെറിഞ്ഞ് സമരം. രാഷ്ട്രത്തിന്റെ ഭരണഘടനാപരമായ നിയമങ്ങൾക്കപ്പുറത്ത് ശരീഅത്ത് നിയമ പ്രാബല്യത്തിനായി ശഠിക്കുകയും അതിനുവേണ്ടി കലാപം പോലും അഴിച്ചുവിടാൻ ഒരുമ്പിട്ടിറങ്ങുകയും ചെയ്ത ആഗോള ഇസ്ലാമിക തീവ്രവാദികളുടെ തീവ്ര മതവാദങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഹിജാബിനെതിരെ ഇറാനിൽ മുസ്ലിം സ്ത്രീകളുടെ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. സമ്പൂർണ്ണ മുസ്ലിം രാഷ്ട്രമായ ഇറാനിൽ മതാചാരപ്രകാരമുള്ള വസ്ത്രം കൃത്യമായി ധരിച്ചില്ല എന്ന് ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത 22 വയസ്സുകാരി ക്രൂര മർദ്ദനത്തിനിരയായി മരണപ്പെട്ടതോടെയാണ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിക്കത്തക്ക നിലയിൽ ഹിജാബിനും ശരീഅത്ത് നിയമങ്ങൾക്കുമെതിരെ ഇറാനിലെ സ്ത്രീകൾ പരസ്യമായ കടുത്ത പ്രതിഷേധങ്ങൾക്ക് രംഗത്തിറങ്ങിയത്. ഇറാനിലെ പടിഞ്ഞാറൻ പ്രവിശ്യയായ കുർദിസ്ഥാനിൽ നിന്ന് തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കുടുംബസമേതം എത്തിയ മഹ്സ അമിനി എന്ന 22-കാരിയാണ് ഹിജാബ് നേരാവണ്ണം ധരിച്ചില്ല എന്ന് കാട്ടി തീവ്ര മതവാദികളായ ഇറാനിയൻ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ദിവസങ്ങൾക്കുള്ളിൽ അമീനി മരണപ്പെട്ടു. ശരീഅത്തിന് ഉചിതമല്ലാത്ത രീതിയിൽ ഹിജാബ് ധരിച്ചു എന്ന് കാട്ടി ഇറാനിലെ സദാചാര പോലീസ് അമിനിയെ തടഞ്ഞു വെക്കുകയും അതിനു പിന്നാലെ സദാചാര പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. തുടർന്ന് മതവസ്ത്രധാരണം വേണ്ടവണ്ണം പഠിപ്പിക്കുവാൻ പുനർവിദ്യാഭ്യാസ പഠനത്തിനായി ഒരു തടങ്കൽ കേന്ദ്രത്തിലേക്ക് അവളെ കൊണ്ടുപോകുന്നതിനിടെ ഹൃദയാഘാതമുണ്ടായി എന്നാണ് സർക്കാർ ഭാഷ്യം. എന്നാൽ പോലീസ് വാഹനത്തിൽ വെച്ച് അമിനി അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയായി എന്ന് ദൃക്സാക്ഷികൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമപാലനത്തിന്റെ മേലാപ്പിനകത്ത് മതവാദത്തിന്റെ അതിതീവ്ര ചിന്തകൾ വെച്ചു പുലർത്തുന്ന ഇറാനിയൻ പോലീസിന്റെ സദാചാര പോലീസ് ചമഞ്ഞുള്ള നടപടികളാണ് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് 22-കാരി ദാരുണമായി മരിക്കാൻ ഇടയായതെന്ന് ചൂണ്ടിക്കാട്ടി സമാനതകളില്ലാത്ത പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഇറാനിലെ സ്ത്രീകൾ. എന്നാൽ ആ പ്രതിഷേധങ്ങളെ ശക്തമായി അടിച്ചമർത്തുവാനാണ് പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതോടെ ശക്തമായ പ്രതിഷേധ രീതികൾ സ്വീകരിക്കാൻ സ്ത്രീകൾ നിർബന്ധിതരായി. ആഗോള വ്യാപകമായി ശരീഅത്ത് നിയമത്തിന്റെ മൂർച്ചയുള്ള മുഖമായി തീവ്ര മതവാദികൾ ഉയർത്തിക്കാട്ടിയ ഹിജാബ് എന്ന ശിരോവസ്ത്രം കീറിയെറിഞ്ഞും പരസ്യമായി മുടി മുറിച്ചെടുത്തും സ്ത്രീകൾ തീവ്രമത ചിന്തകൾക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്ത് വന്നു. ഇറാനിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് പുതിയ വസ്ത്രധാരണ ചട്ടം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. ഇബ്രാഹിം നസി സർക്കാർ നിയമം കർശനമായി പാലിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയുണ്ടായ ഈ ദാരുണ സംഭവത്തെ ഇറാനിലെമ്പാടും സ്ത്രീകൾ തെരുവിലിറങ്ങി ശക്തമായി പ്രതിഷേധം തുടരുകയാണ്. മുടി മുറിക്കുന്നതിന്റെയും ഹിജാബ് വലിച്ചു കീറി തീയിടുന്നതിന്റെയും ഒക്കെ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതോടെ പ്രസ്തുത വിഷയത്തിൽ ആഗോള വ്യാപകമായ ജനശ്രദ്ധ ലഭിക്കുകയും ചെയ്തു. സ്ത്രീകളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ പുതിയ പ്രതിഷേധം അക്ഷരാർത്ഥത്തിൽ ശരീഅത്ത് നിയമങ്ങൾക്കായി ശഠിച്ച തീവ്ര ഇസ്ലാം മതവാദികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹൃദയ സംബന്ധമായ ഒരു അസുഖവും മഹ്സയ്ക്ക് അതുവരെ ഉണ്ടായിട്ടില്ല എന്ന് കുടുംബാംഗങ്ങളും കൂട്ടുകാരും തറപ്പിച്ചു പറയുന്നു. മനുഷ്യത്വരഹിതമായ തീവ്ര മത നടപടികളാൽ ജീവൻ നഷ്ടപ്പെട്ട ആ 22-കാരിയുടെ ശവസംസ്കാരം നടന്ന ജന്മനാടായ സാക്കിസിലും സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു. മഹ്സ അമിനിയുടെ മരണം വാർത്താ മാധ്യമങ്ങളിലൂടെ കൂടുതൽ പേരിലേക്ക് എത്തിയതോടെ ഇറാനിലെ തെരുവുകളിലെങ്ങും പ്രതിഷേധം ശക്തമായി. ആയിരക്കണക്കിന് സ്ത്രീകൾ ഏകാധിപത്യ ഭരണത്തിനെതിരെ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ പ്രകടനം നടത്തി. മഹ്സയുടെ മരണത്തെ തുടർന്ന് ടെഹ്റാൻ സർവകലാശാലയ്ക്ക് പുറത്ത് സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യമുയർത്തി വിദ്യാർത്ഥികൾ അണിനിരന്നു. മുഖാവരണം മാറ്റി സ്ത്രീകളോട് പ്രതിഷേധത്തിൽ പങ്കെടുക്കുവാനും സമര നേതാക്കൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇറാനിൽ നിലനിൽക്കുന്ന ശരീഅത്ത് നിയമമനുസരിച്ച് 7 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ മുടി മറയ്ക്കാനും നീളമുള്ളതും അയഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കാനും ബാധ്യസ്ഥരാണ്. സൗദി അറേബ്യയിലും ശരീഅത്ത് നിയമങ്ങൾക്കെതിരെ മുമ്പും സ്ത്രീകൾ
ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ചില സ്ത്രീകൾ ഹിജാബ് ധരിക്കാതെ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ കർണാടകയിൽ ഹിജാബിന് അനുകൂലമായി നടന്ന പ്രതിഷേധങ്ങളും അതിനെതിരായി കർണാടക സർക്കാർ കൈക്കൊണ്ട നിലപാടുകൾക്കും ഇതോടെ വീണ്ടും ജനശ്രദ്ധ നേടുകയാണ്. മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ ഉന്നമനങ്ങൾക്ക് അപ്പുറത്ത് ക്രൂരമായ അടിച്ചമർത്തലുകളും കൊലപാതകങ്ങളും നടത്തുന്ന തീവ്ര മതബോധത്തെ ജാതി മത ഭേദമന്യേ എതിർത്തേ മതിയാകൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇറാനിലെ പുതിയ സംഭവ വികാസങ്ങൾ.